വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്ത ചെന്നൈ വ്യവസായി ഡി മണി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു SIT. പ്രവാസി വ്യവസായിയെ ദൃശ്യങ്ങൾ കാണിച്ചാണ് സ്ഥിരീകരിച്ചത്. MS മണി ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വ്യവസായിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനുവരി 4-നോ 5-നോ ഹാജരാകണമെന്നാണ് SITയുടെ നിർദ്ദേശം. എന്നാൽ താൻ ഡി മണി അല്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നുമാണ് MS മണി പറയുന്നത്. സൻസ ശോഭാ ചന്ദ്രൻ ചേരുന്നുണ്ട് വിശദമായ റിപ്പോർട്ടുകൾ നൽകാനായി. സൻസ, പ്രധാനമായും ഡി മണി തന്നെയാണ് SIT കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്നത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. ഇപ്പോൾ എന്താണ് ഇയാൾ കേസ് വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കമാണോ നടത്തുന്നത്? അന്വേഷണ സംഘം എന്താണ് പറയുന്നത്? ജീന, കേരളത്തിൽ നിന്നുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം കടത്തിയ മാഫിയയുമായി, അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം വിഗ്രഹങ്ങൾ കടത്തിയ മാഫിയയുമായി ബന്ധമുള്ള സംഘത്തിനെ കണ്ടെത്താൻ ഒരു വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്ക് SITയുടെ അന്വേഷണം എത്തുന്നത്. കൂടാതെ തന്നെ ഡി മണി എന്ന് പറയുന്ന ബാലമുരുകന്റെ ഫോണിലേക്ക് പ്രതികളിൽ ഒരാളുടെ ഫോണിൽ നിന്നും കോള് പോയതായും കൂടാതെ തന്നെ നമ്പർ, ഈ ഡി മണിയുടെ നമ്പർ ആ ഫോണിൽ ഉള്ളതായും SITക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡി മണിയെ ഇന്നലെ തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ദിണ്ടിക്കലിലേക്ക് പുറപ്പെട്ടിരുന്നു. അവിടെ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഡി മണിയുടെയും കൂടാതെ തന്നെ ഡി മണിയുടെ സഹായിയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെയും വീടുകളിലും അതുപോലെ തന്നെ ഡി മണിയുടെ സ്ഥാപനത്തിലും പരിശോധനയും കൂടാതെ തന്നെ ഇരുവരെയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ചോദ്യം ചെയ്ത സമയത്തൊക്കെ ഇത്തരത്തിൽ എല്ലാം നിഷേധിക്കുകയായിരുന്നു, തള്ളുകയായിരുന്നു ഡി മണി ചെയ്തത്. അവസാന ഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഡി മണി മാധ്യമങ്ങളെ കാണുകയും അതിൽ താൻ ഡി മണി അല്ലെന്നും MS മണിയാണെന്നും ബാലമുരുകൻ തന്റെ ജീവനക്കാരനാണെന്നും അയാളുടെ മൊബൈൽ നമ്പറാണ് താൻ ഉപയോഗിച്ചു വരുന്നതും എന്നതടക്കമുള്ള ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഇത്തരത്തിൽ ഇയാൾ പുറത്ത് പറഞ്ഞത്. എന്നാൽ SIT ഇയാളുടെ ദൃശ്യങ്ങൾ ആ വിദേശ പ്രവാസി വ്യവസായിക്ക് കാണിക്കുകയും അയാൾ ഇത് ഡി മണി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇയാൾ SIT ചോദ്യം ചെയ്ത ആൾ ഡി മണി തന്നെയാണ്. ഇനി വ്യക്തത വരുത്തേണ്ടത് ഈ ബാലമുരുകൻ ഈ ഡി മണി തന്നെയാണോ ബാലമുരുകൻ എന്നതിലാണ്. അതിലും SITയുടെ ഊഹത്തിൽ ഇത് ഡി മണി തന്നെയാണ്, ബാലമുരുകൻ എന്ന ഒരു വിവരത്തിൽ തന്നെ, നിലപാടിൽ തന്നെയാണ് SIT നിലവിലും നിൽക്കുന്നത്. ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ഡി മണിയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് തനിക്ക് ഇതുമായിട്ടൊരു സ്വർണ്ണക്കൊള്ളയുമായിട്ടൊരു ബന്ധവുമില്ല, താൻ MS മണിയാണ്, ഡി മണി ആരാണെന്ന് അറിയില്ല, പോറ്റിയെ തനിക്ക് അറിയില്ല, പോറ്റിയുടെ ചിത്രങ്ങൾ SIT കാണിച്ചു, തനിക്ക് അറിയില്ല, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ എന്ന അടക്കമുള്ള വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുതന്നെയാണ് മൊഴിയിലും ഈ ചോദ്യം ചെയ്തപ്പോൾ മൊഴിയിലും ഡി മണി പറയുകയുണ്ടായത്. കൂടാതെ തന്നെ ഈ ഡി മണിയുടെ അതുപോലെ തന്നെ സഹായിയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ഡി മണിയുടെ സ്ഥാപനത്തിൽ നിന്നും ചില രേഖകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സുപ്രധാന രേഖകളാണ് എന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഡി മണിക്ക് ഇപ്പോൾ SIT നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എത്തി ഈ ഡി മണിയെ ചോദ്യം ചെയ്യും, എത്തിച്ച് ചോദ്യം ചെയ്യും. ജനുവരി 4-ഓ 5-നോ ഡി മണിയെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിക്കും. അവിടെ നിന്ന് വിശദമായി ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം തുടങ്ങി. ഇതിപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ വരുന്നു. അതിലൊരു പുതിയ കഥാപാത്രം ഡി മണി വരുന്നു. അത് SIT സംഘം അന്വേഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇത് അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കം മാത്രമാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അല്ല, കൃത്യമായ രേഖകളും തെളിവുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നടന്ന തിരച്ചിലിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? അതെ ജീന, ഇന്നലെ തന്നെ പോറ്റിയെ ജയിലിലെത്തി SIT ചോദ്യം ചെയ്തിരുന്നു. കൃത്യമായിട്ട് ഡി മണിയെ അറിയാമോ എന്ന് ചിത്രങ്ങൾ അടക്കം കാണിച്ചുകൊണ്ടായിരിക്കും ചോദിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പോറ്റി ഇയാളെ അറിയില്ല എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. രഹസ്യ സ്വഭാവത്തിലാണ് SITയുടെ അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡി മണിക്ക് ഫോൺ കോൾ പോയത് അല്ലെങ്കിൽ ഡി മണിയുടെ ഫോണിൽ ഉണ്ടായിരുന്ന നമ്പർ അല്ലെങ്കിൽ പോറ്റിയുടെ ഫോണിൽ ഉണ്ടായിരുന്ന നമ്പർ ഡി മണിയുടേതാണോ, അത്തരത്തിൽ പോറ്റിയെയും ഡി മണിയെയും കണക്ട് ചെയ്താണ് SITയുടെ ഈ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ. ഇന്ന് ഡി മണിയെ ചോദ്യം ചെയ്തതിൽ ചോദ്യങ്ങളൊക്കെ ഈ പോറ്റിയുമായി കണക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. കൂടാതെ തന്നെ ഇറിഡിയം അടക്കമുള്ള കടത്ത് തട്ടിപ്പിൽ ഈ ഡി മണിക്ക് ബന്ധമുള്ളതായിട്ട് തമിഴ്നാട് പോലീസും വിവരങ്ങൾ SITക്ക് നൽകിയിട്ടുണ്ട്. ഇതടക്കം പരിശോധിക്കും. കൂടാതെ തന്നെ ഇന്ന് 10:30 തന്നെ ദിണ്ടിക്കലിലും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ സ്ഥലത്തുമൊക്കെ വിദുരനഗറിലുമൊക്കെ ഇത്തരത്തിൽ പരിശോധനയും അതുപോലെ തന്നെ ഇരുവരെയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. രഹസ്യ സ്വഭാവത്തിൽ
തന്നെയാണ് ചോദ്യം ചെയ്യലും ഒക്കെ നടന്നത്, രഹസ്യ കേന്ദ്രങ്ങളിലാണ് നടന്നത്. ഇതിൽ നിന്നുമൊക്കെ സുപ്രധാന വിവരങ്ങൾ ഇത്തരത്തിൽ SITക്ക് ലഭിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഇതിനിടയിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇയാളുടെ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ വേണ്ടി, ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യലിന് തൊട്ടു പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കണ്ടിട്ട് താൻ D മണിയല്ല, താൻ MS മണിയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു പറയുകയായിരുന്നു. എന്നാൽ ഇത് ഇപ്പോൾ വിദേശ പ്രവാസി വ്യവസായി തള്ളിയിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് D മണി. ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ കേരളത്തിൽ നിന്നടക്കം പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം കടത്തിയ മാഫിയ സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന ആൾ ഇയാൾ തന്നെയാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ആ പ്രവാസി വിദേശി. ഈ പ്രവാസി വിദേശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ കേസിന് ഒരു വഴി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ കണക്ട് ചെയ്താണ്, പോച്ചിയിൽ നിന്നും കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ദിണ്ടിക്കലിലേക്ക് അന്വേഷണം നീണ്ടത് എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ തന്നെ മൊഴിയെടുത്തതിന് ശേഷമാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദിണ്ടിക്കലിലേക്ക് പുറപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ജനുവരി 4-നോ 5-നോ ഇവിടെ D മണിയെ എത്തിച്ച് ചോദ്യം ചെയ്യും. അപ്പോൾ തീർച്ചയായും ചിലപ്പോൾ പോറ്റിയെയും ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. നിലവിൽ പോറ്റി ജയിലിലാണ്. പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നും പ്രത്യേക സെർച്ച് വാറന്റ് വാങ്ങി ഇത്തരത്തിൽ ദിണ്ടിക്കലിലേക്ക് കേസ് വ്യാപിപ്പിക്കാനും D മണിയിലേക്ക് എത്തിക്കാനും SIT തീരുമാനിച്ചത്. കൂടാതെ തന്നെ ഇത് ആദ്യഘട്ടത്തിൽ ഈ D മണി എന്ന വ്യക്തി ഉണ്ടോ എന്ന തരത്തിലായിരുന്നു അന്വേഷണം പോയത്. എന്നാൽ ഇപ്പോൾ D മണി എന്നൊരു വ്യക്തിയുണ്ട്. ബാലമുരുകൻ എന്ന പേരിലാണ്, ഒരു സ്ഥാപന മുതലാളിയാണ്. ഇയാൾക്ക് സ്വർണ്ണ വ്യാപാരമാണ്. ഇയാൾ ഇറിഡിയം അടക്കമുള്ള വ്യാപാര തട്ടിപ്പിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. ഇയാൾക്ക് തമിഴ്നാട്ടിൽ ഇയാളുടെ പേരിലും ഇയാളുടെ കൂടെയുള്ള സഹായിയുടെ പേരിലും സഹായിയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ പേരിലും ഒക്കെ കേസുകളുണ്ട്. അതിന്റെയൊക്കെ വിവരങ്ങൾ ഇപ്പോൾ SIT ശേഖരിച്ചു വരികയാണ്. കൂടാതെ തന്നെ ഇന്ന് ഈ D മണിയുടെ വീട്ടിലും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ വീട്ടിലും അതുപോലെ തന്നെ D മണിയുടെ സ്ഥാപനത്തിലും 3 ഇടങ്ങളിലായിട്ടാണ് SIT റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അതിൽ നിന്നും സുപ്രധാന രേഖകളും പിടിച്ചെടുത്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതൊക്കെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ജനുവരി 4-നോ 5-നോ ഈ D മണിയെ വിശദമായി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിലുള്ള മാഫിയ സംഘങ്ങളുമായി കേരളത്തിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം കടത്തിയ സംഭവത്തിലുമൊക്കെ ഒരു തെളിവ് കണ്ടെത്താൻ, ഒരു കച്ചിത്തുരുമ്പ് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ SIT ഉള്ളത്. കൂടാതെ തന്നെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു ജീന. ഒരു വലിയ മലയുടെ, ഒരു മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കാനുള്ളത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനായിട്ടുണ്ട്.